ഇന്നൊരു കുഞ്ഞു നോവലിനെ പറ്റി സംസാരിക്കാം. യുവ എഴുത്തുകാരിയായ അക്ഷയ രഞ്ജിത്ത് എഴുതി ഹരിതം ബുക്സ് പബ്ലിഷ് ചെയ്ത നഗരത്തിന്റെ മൗനം പ്രണയത്തിന്റെ ശബ്ദം. ഇതിന്റെ ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നഗരത്തിന്റെ മൗനം പ്രണയത്തിന്റെ ശബ്ദം, സിറ്റി ലൈഫും റൊമാൻസും. സാധാരണ ഒരു റൊമാൻറ്റിക് നോവൽ വായിക്കാൻ എടുക്കുമ്പോൾ ഞാൻ അധികം എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞ ടൈറ്റിലിന്റെ ക്യൂരിയോസിറ്റി തന്നെയാണ് ഈ നോവൽ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ചെറിയ നോവൽ ആയതുകൊണ്ട് തന്നെ ഇതിലധികം ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. അലനും മീരയാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഒരു സിറ്റിയിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുമായി ജീവിക്കുന്ന രണ്ടുപേര്. ഇവര് പ്രണയിച്ചിരുന്നവരാണ് കേട്ടോ. എന്നാൽ ഇപ്പൊ ബ്രേക്കപ്പായി. അലന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററി ഡയറക്ട് ചെയ്യുക എന്നതാണ്. കൊച്ചി നഗരവും നഗരജീവിതവും നഗരത്തിന്റെ പഴമയൊക്കെയാണ് പുള്ളി ഈ ഡോക്യുമെന്ററിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ. മാത്രവുമല്ല അലന്റെ ജീവിതവും ജീവിത രീതികളും എല്ലാം മൊത്തത്തിൽ ഒരു അലങ്കോലമയമാണ്. ഇനി മീരയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അലനിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആണ് മീര. മീര ഒരു ആർക്കിടെക്റ്റ് ആണ്. തന്റെ ജീവിതവും ജോലിയും എല്ലാം മൊത്തത്തിൽ ഒരു പ്രൊഫഷണൽ വേയിൽ കാണുന്ന ഒരു പെൺകുട്ടി. അവളുടെ മൊബൈൽ സ്ക്രീൻ വാൾപേപ്പർ പോലും വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആണ്. സമയം, പണം, പ്രൊജക്ട് ഇതിനൊക്കെയാണ് മീര ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് വാശിയുള്ള ഒരു ക്യാരക്ടർ. അപ്പോ ഈ രണ്ട് സ്വഭാവക്കാര് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ബ്രേക്കപ്പിലേക്ക് ചെല്ലാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ അത് തന്നെ സംഭവിച്ചു, അവര് ബ്രേക്കപ്പായി. പക്ഷെ ഒരു ദിവസം ഈ ബ്രേക്കപ്പായ പ്രണയം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് മീര തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മീര തന്റെ പ്രൊഫഷനും കരിയറും എല്ലാം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് അലന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അലനൊപ്പം അലന്റെ സ്വപ്നമായ ഡോക്യുമെന്ററി കംപ്ലീറ്റ് ചെയ്യാൻ അവന്റെ കൂടെ നിൽക്കുന്നു. അതിനുശേഷം അലന്റെ ഡോക്യുമെന്ററിക്കും മീരയുടെ പ്രൊജക്ടിനും കരിയറിനും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് 82 പേജുകളിലാക്കി അക്ഷയ ഈ നോവലിലൂടെ പറയുന്നത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി നോവൽ തന്നെയാണ്. മാത്രമല്ല വലിയ വലിയ ബുക്കുകളൊക്കെ വായിച്ചതിന് ശേഷം ഒരു കുഞ്ഞു നോവൽ ട്രൈ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് നഗരത്തിന്റെ മൗനം പ്രണയത്തിന്റെ ശബ്ദം. നിലവിൽ ഇതിന്റെ ഓൺലൈൻ ലിങ്കുകളൊന്നും അവൈലബിൾ അല്ല. വായിക്കണമെന്നുള്ളവർക്ക് ഓദറിനെ കോൺടാക്ട് ചെയ്താൽ മതി. 165 രൂപയാണ് ഡെലിവറി ചാർജ് അടക്കം വരുന്നത്. അപ്പോ എല്ലാവരും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അക്ഷയ രഞ്ജിത്ത് എഴുതിയ ഹരിതം ബുക്സ് പബ്ലിഷ് ചെയ്ത നഗരത്തിന്റെ മൗനം പ്രണയത്തിന്റെ ശബ്ദം.